ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ത്വായിഫിലേക്കുള്ള യാത്രാ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മൾ ജിദ്ദയിൽ നിന്ന് രാവിലെ 10 മണിക്കാണ് പോയത്. മോനും ഫാമിലിയും ഞാനും ഹസ്ബൻഡും മോളെ മകനുമാണ് പോയത്. സ്വന്തം കാറിൽ തന്നെയാണ് പോയത്. അൽഹംദുലില്ലാ യാത്രയെല്ലാം സുഖം തന്നെ. അൽഹംദുലില്ലാ പോകുമ്പോൾ യാത്രയിൽ ഒരു വിഷമമുണ്ടായില്ല. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നത് രാത്രി 8 മണിക്കാണ്. മഗ്‌രിബിന് ശേഷം നല്ല തണുപ്പായിരുന്നു. അങ്ങനെ 8 മണിക്ക് ശേഷം നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ കോടമഞ്ഞിങ്ങനെ ഇറങ്ങി. റോഡ് പിന്നെ കാണുന്നേ ഇല്ല. വണ്ടി ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു മണിക്കൂർ വരെ ബേജാറായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അന്നേരമെല്ലാം ബേജാറിലായിരുന്നു. ആ ടൈം നല്ല ടെൻഷനായിരുന്നു. ബാക്കിയെല്ലാം നല്ല സുഖം തന്നെ. വേറൊന്നും യാത്രയിലൊരു വിഷമം ഉണ്ടായില്ല. അൽഹംദുലില്ലാ. രാവിലെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ പോയത്. 1 മണിയാകുമ്പോഴേക്ക് തന്നെ നമ്മൾ തായിഫിലെത്തിയിരുന്നു. അങ്ങനെ അവിടെ ഒരു പള്ളിയിൽ കയറി നമസ്കാരമെല്ലാം കഴിഞ്ഞു. ഇന്ന് വിദേശികളായാലും സ്വദേശികളായാലും ത്വായിഫിൽ പോകുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലക്കാണ്. ചൂട് സമയത്ത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഊട്ടിയിൽ പോകുന്നത് പോലെയാണ്. പക്ഷേ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്നൊരു നാടാണ് ത്വായിഫ്. ത്വായിഫിലെത്തിയാൽ നമുക്ക് റസൂലുള്ളാഹി അനുഭവിച്ചതെല്ലാം ഓർക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കാര്യമെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങളാണ് വരുന്നത്. ത്വായിഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നതാണ്. ത്വായിഫിൽ നിന്നാണ് റസൂലുള്ളാഹി ഏറ്റവും കഷ്ടതകൾ അനുഭവിച്ചത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ചപ്പോൾ ചരിത്രത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. പാറക്കല്ലിട്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ വരെ ശ്രമിച്ചിരുന്നു. പിന്നെ അവിടുത്തെ ഗോത്രക്കാർ ചെറിയ കുട്ടികളെ വിട്ട് കല്ലുവാരി എറിഞ്ഞിരുന്നു. ആ ചരിത്രമെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. റസൂലുള്ളാഹിനെ ഒരു ഭ്രാന്തനെ പോലെയാണ് അവിടുത്തെ കുട്ടികൾ കല്ലെറിഞ്ഞത്. ഇന്ന് സൗദി അറേബ്യയിലെ ഭ്രാന്താശുപത്രി തന്നെ ത്വായിഫിലാണുള്ളത്. അതാണ് അള്ളാഹുവിൻ്റെ ഇത്. മുത്തുനബിയെ പാറക്കല്ല് ഉരുട്ടിവിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു താല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുകയും ആ കല്ല് തടയുകയുമാണ് ചെയ്തത്. ഇന്നും അത് കാണാൻ സാധിക്കും. ഒരു ചെറിയ കല്ലുമ്മലാണ് ആ വലിയ പാറക്കല്ലിങ്ങനെ നിൽക്കുന്നത്. ഇന്നും തായിഫിൽ പോയാൽ അത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നുബുവത്ത് കിട്ടിയതിന് ശേഷമാണ് വളർത്തുപുത്രനോടൊപ്പം മക്കയിൽ നിന്നും തായിഫിലേക്ക് മുത്തുനബി പോകുന്നത്. അതും മുത്തുനബിയുടെ എല്ലാ സങ്കടത്തിലും എല്ലാ സന്തോഷത്തിലും കഷ്ടതയിലും കൂടെ ഉണ്ടായിരുന്ന എല്ലാമായിരുന്ന ഖദീജ ബീവിയുടെയും റളിയല്ലാഹു അൻഹ വഫാത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ അബൂ താലിബിൻ്റെയും മരണശേഷമാണ് തായിഫിലേക്ക് പോകുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ചരിത്രമെല്ലാമാണ് ഓർമ്മ വരിക. മുത്തുനബി ക്ഷീണിച്ച് അവശനാകുന്നതും അതുപോലെ തന്നെ മുത്തു റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വളർത്തുപുത്രനെ കല്ലെറിഞ്ഞ് ചോരയൊലിക്കുന്നതും അതെല്ലാമാണ് ഓർമ്മയുണ്ടാവുക. നമുക്ക് പോകുന്ന വഴിയിൽ കുറേയധികം കാഴ്ചകൾ കാണാനുണ്ട്. ഒട്ടകവും കുതിരയുമെല്ലാം കാണാനുണ്ട്. ത്വായിഫിലെത്തിയാൽ പോകുന്ന വഴിയിലൊക്കെ ബീച്ചും എല്ലായിടത്തും അടുത്തടുത്തായി ബീച്ചും സൂ, അതേപോലെ തന്നെ സ്ട്രോബെറി ഫാം എന്തെല്ലാം കാണാൻ വേണ്ടിയുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ പള്ളിയും പാറക്കെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഈ ചരിത്രങ്ങളെല്ലാം ഓർത്ത് സങ്കടം ഉണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ നല്ല തണുപ്പാണ്. മലയിടുക്കുകളിലുള്ളിലേക്കൂടെയാണ് പോകുന്നത്. ചുരങ്ങൾ കയറിയും ഇറങ്ങിയുമാണ് പോകുന്നത്. കുറേ ചുരങ്ങൾ കയറും. ഇതാണ് ചുരങ്ങൾ കയറിക്കൊണ്ടേയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറക്കവുമുണ്ട്. ഇന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ത്വായിഫ്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിൽ നിന്ന് മഗ്‌രിബ് നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സൂവിൽ പോയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. സൂവിലെത്തുമ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ സൂവിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വേഗം തന്നെ മടങ്ങുകയാണ് ചെയ്തത്. കുട്ടികളെല്ലാം കൂട്ടി പോകേണ്ട സ്ഥലം തന്നെയാണ്. അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. നമ്മൾ സൗദി അറേബ്യയിൽ വരികയാണെങ്കിൽ മക്കയും മദീനയും കണ്ടതിന് ശേഷം നമ്മൾ തായിഫ് കൂടി ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്.